Hello everybody, welcome to English speaking course. If you're new here, please do subscribe. As requested by you all, ഞാൻ ഇവിടെ dialogues ആണ് കൊണ്ടുവന്നിട്ടുള്ളത്. Here I have brought two sets of dialogues. First set is the dialogue between doctor and patient. ഡോക്ടറും പേഷ്യൻറ്റും തമ്മിലുള്ള കോൺവെർസേഷൻ ഡയലോഗാണ് ഫസ്റ്റ് സെറ്റിൽ ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത്. ലെറ്റ്സ് സീ. പേഷ്യൻറ്റ് പറയുന്നത് ഹലോ ഡോക്ടർ. ഡോക്ടർ റിപ്ലൈസ് വാട്ട്സ് റോങ് വിത്ത് യു. First thing a patient should do when he meets a doctor is to greet him. ആദ്യത്തെ കാര്യം നമ്മൾ ഡോക്ടറിനെ കണ്ടപാട് ചെയ്യേണ്ടത് ഗ്രീറ്റ് ചെയ്യലാണ്. ഇവിടെ ഞാൻ ഹലോ എന്നാണ് ഗ്രീറ്റ് ചെയ്തിട്ടുള്ളത്. അത് കൂടാതെ എന്താണോ സമയം ഡിപ്പെൻഡിങ് ഓൺ ദാറ്റ് വി ക്യാൻ ഗ്രീറ്റ്. വി ക്യാൻ either say good morning, good evening or good afternoon also. In return, doctor might also greet us. അത് കഴിഞ്ഞിട്ട് നെക്സ്റ്റ് ചോദ്യം ഡോക്ടർ ചോദിക്കേണ്ടത് എന്താണ് നിങ്ങളെ പ്രശ്നം. അതെങ്ങനെ ഇംഗ്ലീഷിൽ ചോദിക്കുക? യെസ്, ഇറ്റ്സ് റിട്ടൺ ഹിയർ ഓൺ ദ സ്ക്രീൻ. നിങ്ങൾ വായിക്കൂ എൻ്റെ കൂടെ. വാട്ട്സ് റോങ് വിത്ത് യു. വാട്ട്സ് റോങ് വിത്ത് യു. മറുപടിയായിട്ട് പേഷ്യൻ്റ് പറയുന്നത് ഐ ഹാവ് എ ഹെഡേക്ക്. എനിക്ക് തലവേദനയുണ്ട്. അത് കൂടാതെ നോർമൽ സിറ്റുവേഷൻസിൽ നമ്മൾ ഡോക്ടറിൻ്റെ അടുത്ത് പോകാറുള്ളത് എപ്പോഴാണ്? ഇതർ ഫീവർ, സ്റ്റൊമക്ക് ഏക്ക്, ബാക്ക് ഏക്ക്, കഫ് അല്ലെങ്കിൽ കോൾഡ്. ഇതിന്ന് ഏതൊരു പ്രശ്നമായാലും നമുക്ക് സെയിം രീതിയിൽ പറയാം ഐ ഹാവ് എ ഫീവർ അല്ലെങ്കിൽ ഐ ഹാവ് എ സ്റ്റൊമക്ക് ഏക്ക്. ഇനി കഫ് ആൻഡ് കോൾഡ് രണ്ടെണ്ണമായതുകൊണ്ട് അവിടെ എന്ന് പറയണ്ട. ഐ ഹാവ് കഫ് ആൻഡ് കോൾഡ് അങ്ങനെ വേണമെങ്കിൽ നമുക്ക് പറയാം. ഇവിടെ തിരിച്ചെന്താ ഡോക്ടർ പേഷ്യൻറ്റോട് ചോദിക്കുന്നത്? നിനക്ക് ഇടയ്ക്കിടയ്ക്ക് തലവേദന വരാറുണ്ടോ? ഡു യു ഓഫൻ സഫർ ഫ്രം ഹെഡേക്ക്? ഡു യു ഓഫൻ സഫർ ഫ്രം ഹെഡേക്ക്? മറുപടിയായിട്ട് പേഷ്യൻ്റ് പറഞ്ഞിട്ടുള്ളത് നോ, ഐ നെവർ ഹാഡ് വൺ ബിഫോർ. ഇതിൻ്റെ മുന്നേ എനിക്ക് നേരത്തെ ഒന്നും ഹെഡേക്ക് ഉണ്ടായിരുന്നില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം എന്നാണ് അതിൻ്റെ മീനിങ്. ഇനി ഫസ്റ്റ് ടൈം അല്ലെങ്കിൽ നമുക്ക് പറയാം യെസ് സംടൈംസ്. യെസ്, ഇടയ്ക്കിടയ്ക്ക് എനിക്ക് ഉണ്ടാവാറുണ്ട്, ചിലപ്പോഴൊക്കെ ഉണ്ടാവാറുണ്ട്. അതാണ് യെസ് സംടൈംസ്. ഏതും പോസിബിൾ ആവാം, അല്ലെങ്കിൽ ഉണ്ടാവാണ്ടിരിക്കാം, അല്ലെങ്കിൽ ഉണ്ടാവാം. We have to choose one among the two answers. No, I never had one before. Or else we can say yes sometimes. Next, doctor എന്താണ് പറഞ്ഞത്? How long does it last for? How long does it last for? തലവേദന വന്നാൽ അത് എത്ര സമയം നമുക്ക് ഉണ്ടാവാറുണ്ട്? മീൻസ് ഡ്യൂറേഷൻ ഓഫ് തലവേദന അതാണ് ഇവിടെ ചോദിച്ചിട്ടുള്ളത്. ചിലപ്പോൾ നമുക്കത് ഒരു ദിവസമാവാം, അല്ലെങ്കിൽ 1 മണിക്കൂർ, അല്ലെങ്കിൽ 2 മണിക്കൂർ. അത് ഡോക്ടർ അറിയാൻ വേണ്ടിയിട്ട് അതാണ് ചോദിച്ചിട്ടുള്ളത്. ഹൗ ലോങ് ഡസ് ഇറ്റ് ലാസ്റ്റ് ഫോർ? ഓൾമോസ്റ്റ് 3 days. തലവേദന വന്നാൽ 3 ദിവസം വരെ ഉണ്ടാവാറുണ്ട്. ഡോക്ടർ ലെറ്റ് മീ സീ. ഞാൻ നോക്കട്ടെ. ഈ സെൻറ്റൻസസ് ഒക്കെ നമ്മൾ ഡെയിലി യൂസ് സെൻറ്റൻസസിൽ പഠിച്ചതാണ്. ഞാനിവിടെ ഒക്കെ കൂട്ടിച്ചേർത്ത് ഒരു ഡയലോഗ് ആക്കിയെന്നേ ഉള്ളൂ. ദിസ് വിൽ മേക്ക് യു മോർ കൺവീനിയൻറ്റ് ടു യൂസ് ദ ഡെയിലി യൂസ് സെൻറ്റൻസസ്. ലെറ്റ് മീ സീ പറഞ്ഞതിന് ശേഷം എന്താ ഡോക്ടർ പറഞ്ഞത്? വെൽ, ഗോ ഹോം ആൻഡ് ടേക്ക് സം റെസ്റ്റ് ഇൻ ബെഡ്. വീട്ടിലേക്ക് പോയിട്ട് കുറച്ച് റെസ്റ്റ് എടുക്കൂ. ഇറ്റ്സ് നോ ബിഗ് ഡീൽ. ഈ സെൻറ്റൻസും നമ്മൾ പഠിച്ചതാണ്. ഇറ്റ്സ് നോ ബിഗ് ഡീൽ എന്ന് പറഞ്ഞാൽ ഇതൊന്നും വലിയ കാര്യമാക്കാൻ എടുക്കണ്ട, ഇതൊന്നും വലിയ കാര്യമുള്ളതല്ല. ഇറ്റ്സ് നോ ബിഗ് ഡീൽ. പേഷ്യൻറ്റ് ക്യാൻ യു ഗിവ് മീ സം മെഡിസിൻസ്? ഇറ്റ്സ് റിയലി പെയിൻഫുൾ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ക്യാൻ യു ഗിവ് മീ സം വാട്ടർ ഒക്കെ പഠിച്ചിട്ടുണ്ട് നമ്മൾ. വാട്ടറിൻ്റെ പകരം ഇവിടെ ഞാൻ മെഡിസിൻസ് യൂസ് ചെയ്തു, കാരണം മെഡിസിൻസ് ആണ് പേഷ്യൻറ്റിന് ആവശ്യം. ക്യാൻ യു ഗീവ് മീ സം മെഡിസിൻസ്? എനിക്ക് കുറച്ച് മെഡിസിൻസ് തരാമോ? ഇറ്റ്സ് റിയലി പെയിൻഫുൾ. നല്ല വേദനയുണ്ട്, നല്ല പെയിനുണ്ട്. ഡോക്ടർ ഓക്കെ, ഐ പ്രെസ്ക്രൈബ് യു വൺ. ഞാൻ നിനക്ക് ഒരു മെഡിസിൻ എഴുതി തരാം, പ്രെസ്ക്രൈബ് ചെയ്ത് തരാം. ടേക്ക് ദിസ് ടാബ്ലറ്റ് ട്വൈസ് എ ഡേ. ഈ ടാബ്ലറ്റ് 2 തവണ ഒരു ദിവസം എടുക്കൂ.
Patient, okay doctor. Doctor, if you still do not feel well, come back after 5 days. ഇത് കഴിച്ചിട്ടും ഭേദമാവുന്നില്ലെങ്കിൽ 5 ദിവസം കഴിഞ്ഞ് തിരിച്ചു വരൂ. Patient greets the doctor once again. He says, "Thank you, doctor," and then leaves. With this, we have come to the end of our first dialogue. ഇനി നമുക്ക് second dialogue നോക്കാം. Second dialogue is the dialogue between the patient and the pharmacist അല്ലെങ്കിൽ കെമിസ്റ്റ്. ഇംഗ്ലീഷിൽ നമുക്ക് ഫാർമസീൻ്റെ പകരം വേറെ 2 വേർഡ്സും കൂടെ യൂസ് ചെയ്യാം. നമുക്ക് അല്ലെങ്കിൽ അത് കെമിസ്റ്റ് ഷോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ ഡ്രഗ് സ്റ്റോർ എന്ന് പറയാം. ബട്ട് നമ്മൾ കേരളത്തിൽ നമ്മൾ കൂടുതലും ഫാർമസി എന്നാണ് യൂസ് ചെയ്യാറുള്ളത്. ഫാർമസിസ്റ്റിന് നമുക്ക് കെമിസ്റ്റ് എന്നും പറയാം. സോ ലെറ്റ്സ് സീ ദ ഡയലോഗ് ബിറ്റ്വീൻ ദ പേഷ്യൻറ്റ് ആൻഡ് ദ കെമിസ്റ്റ്. ബിഫോർ ദാറ്റ് ഒരു ചെറിയ റിക്വസ്റ്റ്, വീഡിയോനെ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, ചാനലിനെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ലെറ്റ്സ് കണ്ടിന്യൂ. അവിടെ എത്തിയിട്ട് പേഷ്യൻ്റ് പറയുന്നു, "ഐ ഡിഡ് ലൈക്ക് ടു ബൈ പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് ആൻഡ് 2 ടൂത്ത് ബ്രഷസ്." പേഷ്യൻറ്റിന് എന്താണ് വേണ്ടേ? ടാബ്ലറ്റ്സ് വേണം. ഞാനിവിടെ ജനറലായിട്ട് പാരസിറ്റമോൾ പേര് കൊടുത്തുന്നേ ഉള്ളൂ. ആൻഡ് 2 ടൂത്ത് ബ്രഷസ് ഓൾസോ. ടാബ്ലറ്റ്സും വേണം, ടൂത്ത് ബ്രഷസും വേണം. ഇവിടെ ഈ സെൻറ്റൻസ് ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് കാണാം, ഞാൻ ഐഡ് ചെയ്തിട്ടാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇത് ഐ വുഡിൻ്റെ കോൺട്രാക്ഷൻ ആണ്. കോൺട്രാക്ഷൻസിനെ കുറിച്ച് ഞാൻ വീഡിയോ ഉണ്ടാക്കിയിട്ടുണ്ട്. നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ പോയി കാണാം. അവിടെ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ട്. ഐ വുഡിൻ്റെ ഷോർട്ട് ഫോമാണ് ഐ ഡിഡ്. ഐ ഡിഡ് ലൈക്ക് ടു ബൈ പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് ആൻഡ് 2 ടൂത്ത് ബ്രഷസ്. നോക്കാം എന്താണ് കെമിസ്റ്റ് മറുപടി കൊടുത്തിട്ടുള്ളത്. it will ൻ്റെ കോൺട്രാക്ഷൻ ആണ്. It will take about 10 to 15 minutes. 10 തൊട്ട് 15 മിനിറ്റ് വരെ എടുക്കും. Chemist might be too busy. അപ്പോൾ പേഷ്യൻ്റ് എന്താന്ന് പറഞ്ഞേ? പേഷ്യൻ്റ് പറഞ്ഞത് I'll wait here. ഞാൻ ഇവിടെ വെയിറ്റ് ചെയ്യാം. പേഷ്യൻറ്റിനത് പ്രശ്നമല്ല. He is ready to wait. കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ചോദിച്ചേ കെമിസ്റ്റ് ചോദിച്ചത്, "ഡു യു ഹാവ് എ പ്രെസ്ക്രിപ്ഷൻ?" നിങ്ങളെ അടുത്ത് പ്രെസ്ക്രിപ്ഷൻ ഉണ്ടോ? അത് യൂഷ്വലി എല്ലാ കെമിസ്റ്റും ചോദിക്കാറുണ്ട്. പേഷ്യൻ്റ് എന്താ മറുപടി കൊടുത്തേ? "യെസ്, ഐ ഡു ഹാവ്. ഹിയർ ഇറ്റ് ഈസ്" എന്ന് പറഞ്ഞിട്ട് പ്രെസ്ക്രിപ്ഷൻ എടുത്തു കൊടുക്കുമ്പോൾ അങ്ങനെ പറയാറുള്ളത്. ഹിയർ ഇറ്റ് ഈസ്. യെസ്, ഐ ഡു ഹാവ്. ഐ ഹാവ് എന്നും പറയാം, ബട്ട് ബ്യൂട്ടിഫുൾ ആയിട്ട് പറഞ്ഞു പേഷ്യൻറ്റ്. യെസ്, ഐ ഡു ഹാവ്. ഹിയർ ഇറ്റ് ഈസ് എന്ന് പറഞ്ഞു കൊടുത്തോണ്ട് പ്രെസ്ക്രിപ്ഷൻ എടുത്ത് കൊടുത്തു. അപ്പോൾ കെമിസ്റ്റ് പറഞ്ഞു, "വി ഹാവ് 500 mg പാരസിറ്റമോൾ ടാബ്ലറ്റ്സ്." നമ്മളെടുത്ത് 500 mg പാരസിറ്റമോൾ ടാബ്ലറ്റ്സ് ഉണ്ട്. "ഹൗ മെനി ഡു യു വാണ്ട്?" നിങ്ങൾക്ക് എത്ര വേണം? പേഷ്യൻ്റ് പറഞ്ഞു, "ഗിവ് മീ 10 tablets." എനിക്ക് 10 ടാബ്ലറ്റ്സ് തരൂ. "വാട്ട് കൈൻഡ് ഓഫ് ടൂത്ത് ബ്രഷസ് യു വാണ്ട്?" നേരത്തത് കെമിസ്റ്റ് ചോദിച്ചു. ഏത് തരം ടൂത്ത് ബ്രഷസ് ആണ് വേണ്ടത്? വാട്ട് കൈൻഡ് ഓഫ് ടൂത്ത് ബ്രഷസ് യു വാണ്ട്? "ക്യാൻ ഐ ഹാവ് എ ലുക്ക്?" ഞാനൊന്ന് നോക്കട്ടെ. "ക്യാൻ ഐ ഹാവ് എ ലുക്ക്?" അല്ലെങ്കിൽ ചോദിക്കാം, "ക്യാൻ ഐ ഹാവ് എ ലുക്ക് അറ്റ് ദം?" ഇതൊക്കെ നമുക്ക് ഡെയിലി യൂസ് സെൻറ്റൻസസിൽ ഈ സെൻറ്റൻസസ് ഒക്കെ മിക്കവാറും സെൻറ്റൻസസ് ഞാൻ ഇതിൽ യൂസ് ചെയ്തതൊക്കെ പഠിപ്പിച്ച സെൻറ്റൻസസ് ആണ്. കെമിസ്റ്റ് സെഡ്, ഷുവർ ഞാൻ കാണിച്ചു തരാം. ടൂത്ത് ബ്രഷസ് നോക്കിയതിന് ശേഷം കണ്ടതിന് ശേഷം അവൻ പറഞ്ഞു, പേഷ്യൻ്റ് പറഞ്ഞു, "ഐ വാണ്ട് ദിസ് ഫോർ 2." എനിക്ക് 2 പേർക്കാണ് ഇത് വേണ്ടുന്നത്. ദാറ്റ് മീൻസ് 2 എണ്ണം വേണം. അത് വേറെ രീതിയിലും ചോദിക്കാൻ പറ്റും. "ഐ വാണ്ട് ദിസ്." എനിക്കിത് വേണം. "പ്ലീസ് ഗീവ് മീ 2." 2 എണ്ണം എനിക്ക് വേണം. "പ്ലീസ് ഗീവ് മീ 2 പീസസ്" ഒക്കെ പറയാം. ബട്ട് അത്ര ഡീറ്റെയിൽ ആയിട്ട് ജനറൽ കൺവെർസേഷനിൽ പറയേണ്ട ആവശ്യമില്ല. "പ്ലീസ് ഗിവ് മീ 2" എന്ന് പറഞ്ഞാൽ തന്നെ മനസ്സിലാകും. ഫൈൻ. എനിത്തിങ് എൽസ്? വേറെ എന്തെങ്കിലും വേണോ? എനിത്തിങ് എൽസ്? ദ കെമിസ്റ്റ് ആസ്ക്ഡ്. ദ പേഷ്യൻ്റ് റിപ്ലൈഡ്, "നോ, ദാറ്റ്സ് ഓൾ." വേറെ ഒന്നും വേണ്ട, ഇത്രയേ ഉള്ളൂ. "ഹൗ മച്ച് ആർ ദേ?" ഇതിനൊക്കെ എത്രയായി? "ഹൗ മച്ച് ആർ ദേ?" ഇവിടെ ശ്രദ്ധിച്ചോളൂ, ബിക്കോസ് മോർ ദാൻ ഒരു സാധനമാണ് ഇവിടെ ഉള്ളത്.
പാരസിറ്റമോൾ ടാബ്ലറ്റും ഉണ്ട്, കൂടാതെ ബ്രഷസും ഉണ്ട്. സോ 2 സാധനങ്ങളാണ് ഇവിടുന്ന് വാങ്ങിച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ് ഇവിടെ ഹൗ മച്ച് ആർ ദേ എന്നാണ് യൂസ് ചെയ്തിട്ടുള്ളത്. നിങ്ങൾക്കുള്ള ആക്ടിവിറ്റിയാണ് ഒരു സാധനമാണെങ്കിൽ അത് എങ്ങനെയായിരുന്നു പേഷ്യൻ്റ് ചോദിക്കുക. അത് നിങ്ങൾ കോമെൻറ്റ് ചെയ്തിട്ട് അറിയിക്കണം. So, what does the chemist reply? He said 100 rupees. Etra 100 rupees. So, the patient was happy. He said thank you and left. So, hope the video was useful. Do like, share and subscribe.